നമസ്കാരം. ഇല്ലത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ പരമസുഖമല്ലേ? അങ്ങനെ തന്നെ വേണം. ഞാൻ അതിന് തന്നെ കണ്ട് നന്ദി പറയാൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ, എന്നാലും എന്റെ ഒരു മനസന്തോഷത്തിനെ. ഇങ്ങനെയാണോ നന്ദി പറയുന്നത്? നീ എന്താ എന്നോട് പറഞ്ഞത്? ആ വീട്ടുകാരോട് സമ്മതം വാങ്ങിച്ചല്ലോ. അതൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ. നീ എന്തിനാണ് സാറിനെ അകത്താക്കി പുറത്തു നിന്ന് കുറ്റിയിട്ടിട്ട് പോയത്? പുറത്തുനിന്ന് കുറ്റിയിട്ടെന്നോ? അറിയാതെ പറ്റിപ്പോയതാ. കുറ്റി അടിച്ചളക്കായിരുന്നില്ല. കുറ്റി അടിക്കരുത്, അടിക്കരുത്. ഞാൻ സത്യം പറയാം. അതെ, കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അവരെ ചേട്ടാ, 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 പിന്നെ തുടങ്ങിയല്ലേ ടീച്ചർ? എന്താ പാപ്പ ചെയ്ത്? ആ മനുഷ്യൻ കാണത്തില്ലേ? നക്കി തിന്നോ നക്കി തിന്നോന്ന് പറയാൻ അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. നീ വന്നേ, ഒന്ന് അകത്തോട്ട് വാടി. വന്നേ. എനിക്കെന്തോ തങ്കപ്പട്ടിനെ ഓർത്ത് പാവം തോന്നണം. പാവ പട്ടായി പോയില്ലേ? എന്താ എന്താ തങ്കപ്പന്റെ വീട്ടിൽ ബഹളം? എന്താ തങ്കപ്പ ഇത്? എന്തിയടി അമ്പിയാഷൻ സാറ്? ചേട്ടന് ഉറക്ക. കേസ് വല്ലതുവാണെങ്കിൽ ഒരു കടലാസ് എഴുതി തന്നേരെ. പുള്ളിക്കാരൻ ഉണരുമ്പോ കൊടുത്തേക്കാം. പറയാനുള്ള പരാതി എവര് പറഞ്ഞോളും. നീ അയാളെ പള്ളി ഉറക്കത്തിന്ന് ഉണർത്ത്. കിഷോറിന്റെ അച്ഛാ, കിഷോറിന്റെ അച്ഛാ. കിഷോറിന്റെ അച്ഛനെ കൊച്ചിനെ പിടിച്ചേ. ഏത് കിഷോറിന്റെ അച്ഛനാണ്? എന്തരവളെ? അയ്യോ എന്റെ ഭർത്താവേ, ഇനി ഇയാൾ എന്നെ വിട്ട് പോന്നിട്ട് 3 മാസേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഇത്രയും വലിയ കൊച്ചിനെ പറ. നീ എന്ത് ജന്തു പാടി വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറയുന്നു. എന്താ വേണം? എനിക്കെന്തോ വേണമെന്നോ? അയ്യോടാ, ഈ നിൽക്കുന്ന കോന്ന പോലീസുകാരോട് ജോലിയിട്ട് എനിക്കെന്തോ വേണമെന്ന് അയാൾ പറഞ്ഞു തരും. ഇയാൾ എന്റെ കഴുത്തി താലി കെട്ടി എനിക്ക് 2 മക്കളെയും തന്നിട്ട് 6-7 പെണ്ണുങ്ങളുടെ പുറത്തേക്കോടെ നിന്നോട് താമസം അറിയാവോ? ഈ ചെകുത്താനോട് വേദാന്തം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കുഞ്ഞെ? മാന്യന്മാർക്ക് ഇവിടെ തലയുർത്തി കിടക്കണ്ടേ? ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ? പാപ്പച്ച അങ്ങനെ ആളാവണ്ട. അതാ എനിക്ക് നല്ലത്. അല്ല, സാറിപ്പോ എന്ത് പറയുന്നു? ഇവിടെ പൊറക്കുന്നു, അത് ഇവളുടെ കൂടെ പോകുന്നു. ചേട്ടൻ ഇപ്പൊ എങ്ങും പോകുന്നില്ല. ചെല്ലും വിളിയില്ലാത്ത ഈ വീട്ടിലെ ദൈവം തമ്പുരാൻ കൊണ്ട് തന്ന വിളക്കാ എനിക്ക് അങ്ങേരെ. അത് ശരി. അപ്പൊ വിളക്കെ ഇയാൾ എന്റെ കൂടെ വരുന്നുണ്ടോ? എനിക്ക് രണ്ടിലൊന്നും അറിയണം. അയ്യോ, എന്റെ 2 മക്കളെ എടുത്തുകൊണ്ട് ഞാൻ ഇത്രയും ദൂരം വന്നതിന് എനിക്ക് ഇത് തന്നെ വേണം. എനിക്ക് ചേട്ടൻ പോവാ? അല്ലടി കായ. എന്റെ പൊന്നു മോളെ, എന്റെ അച്ഛൻ വിട്ടിട്ട് പോയി മോളെ. നമുക്കിനി ആരുമില്ലേ? അയ്യോ, ഇങ്ങോട്ട് നോക്കി. ഇയാളെ ഞാൻ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നതേ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ ജീവിക്കാനല്ല. നാളെ എന്റെ ഈ പെങ്കൊച്ചിനെ ഒരുത്തൻ്റെ കൂടെ ഇറക്കി വിടുമ്പോ തന്തയായിരുന്നു വെച്ചാൽ കാണിച്ചു കൊടുക്കാനാ. പിന്നെ നിന്റെ ഈ പെങ്കൊച്ചും പ്രായം തികഞ്ഞ് വരികല്ലേ. ഇങ്ങനെയുള്ള ആളൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് നീ കൂലിപ്പണി ചെയ്ത് ഒറ്റയ്ക്ക് മക്കളെ വളർത്തി ജീവിക്കുന്ന. വാവു, ഞാൻ കേസ് അന്വേഷിക്കാൻ വന്ന ഞാൻ ഇവിടെ സ്ഥിരതാമസമാക്കി SI അറിഞ്ഞു എന്ന് പറയുന്നത് കേട്ടു. സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാണെന്ന് ആ SIയോട് പറഞ്ഞേക്ക്. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കിഷോറെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡാഡിനെ വിളിക്കാവൂന്ന്. പറഞ്ഞ അനുസരിക്കില്ലല്ലേ? അതെങ്ങനെ? നിങ്ങളുടെ അതേ സ്വഭാവം അവനും കിട്ടിയിരിക്കുന്നത്.
സോപ്പ് ചേർപ്പ് കണ്ണാടി കരിവള തരിവള കുപ്പിവള വളകൾ മാലകൾ സോപ്പ് ചേർപ്പ് മധുര 17 മണിമുറ്റത്ത് പടച്ച തമ്പുരാന് മനുഷ്യന്മാരെ ഹാല് ഇത്രേ ഉള്ളൂ. അല്ല ഓമനെ നീ പറഞ്ഞ മറ്റേ കരിമണിമാല ഉണ്ട്, വേണോ? തന്റെ മണി ഇങ്ങനെയൊന്നും വേണ്ട, പോടാ അവിടുന്ന്. വലിയ ദേഷ്യക്കാരനാ. ഇക്ക ഇപ്പൊ പോയിക്കോ, ഞാൻ പിന്നെ അല്ല വാങ്ങിക്കാം. ഓമനെ ഈ ഹോട്ടലിനൊക്കെ എന്തെങ്കിലും തിന്നാലേ പൈസ അല്ലെങ്കിൽ വിറക് കീറിക്കുക വെള്ളം കോരിക്കലൊക്കെ ഉണ്ട്. ഇത് അതുപോലത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണോ? ഇത് അതൊന്നുമല്ല, എന്റെ ഹസ്ബൻഡാ. എന്ത് വേണ്ട? വളകൾ മാലകൾ സോപ്പ് ചീർത്ത് മൂർച്ചയും ഇല്ല. എന്തേ വിളിച്ചു എന്ന് പറഞ്ഞു? ആ ശിവൻകുട്ടി എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ല? ഈശ്വര, ഇനി മരിച്ചാലും വേണ്ടില്ല. ഉത്തരത്തമ്പുരാട്ടിയുടെ നാവുകൊണ്ട് ശിവൻകുട്ടി എന്നൊന്ന് വിളിച്ചു കേട്ടല്ലോ. മറ്റേത് ശിവൻകുട്ടി സാറേ സാറേ. വിളിക്കുന്ന ആളിന് സാറല്ലാന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. എന്ന് മുതല അനുഭൂതി തഴുകിയ ആ പാതിരാമഴയ്ക്ക് ശേഷം വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. സുഭഗമായ സൗന്ദര്യവും വാചാലമായ കവി മനസ്സുള്ള തനിക്ക് ഒരു കുറവ് ഞാൻ കണ്ടു. പുരിക കുടികൾക്കിടയിൽ ഒരു നുള്ള കുങ്കുമത്തിന്റെ കുറവ്. ശിവൻകുട്ടി, അറിയാം, വിധവയാണ്, ഒട്ടു തൊടാൻ പാടില്ല. ഇതൊക്കെയല്ലേ പറയാൻ പോകുന്നത്. നിർഭാഗ്യം കൊണ്ട് ഒരിക്കൽ മാഞ്ഞ ഈ നെറ്റിയിലെ സിന്ദൂരം ഇനി ഈ ജന്മം തൊടില്ലെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രതിജ്ഞ തെറ്റിക്കാൻ ജന്മം എടുത്ത ഒരവതാരമാണ് ഞാനെന്ന് കരുതിക്കോളൂ. എന്റെ പ്രോഗ്രസ് കാർഡ് നോക്കിക്കേ, ഞാനേ ക്ലാസ്സിൽ ഒന്നാമത് എത്തിയിരിക്കണത്. എന്റെ അടുത്തേക്ക് എപ്പോഴെങ്കിലും തോന്നിയല്ലോ ഒരു പൊട്ടുപാടാൻ. എന്ത് ശേലെന്നറിയോ ഇപ്പൊ ഏടത്തിനെ കാണാൻ? ഞാൻ തൊട്ടതല്ല, ആ രാധയുടെ ഓരോ വഷളത്തരങ്ങള്. അതിന് രാത്രി കാലത്തെ പോയല്ലോ. അത് നീ കാണഞ്ഞിട്ടാ. അത് രാധയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. ഞങ്ങൾ തങ്ങളിലൊരു പന്തയം ഉണ്ടായിരുന്നു. ഞാൻ തോറ്റ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. സാറ് തോക്കില്ല. തോക്കണത് ഈ മനയിലെ ഗതിയില്ലാത്ത പെൺകുട്ടികളാവും. ഗിരിജേ, സാറിനറിയാമോ, പണ്ട് ഇതേ മുറിയിൽ വെച്ച് ഒരു അടിച്ചു തളിക്കാരി സ്ത്രീക്ക് ഇവിടെ പാർക്കാവെന്ന് സാറ് കൊടുത്ത സമ്മാനം ഞാൻ. എന്റെ അടുത്ത് പാവ ഒത്തിരി കണ്ണീര് കുടിച്ചതാ. ഇനി വേദനിപ്പിക്കരുത്. എന്താ പാപ്പ ചെയ്ത്? ആ മനുഷ്യൻ കാണത്തില്ലേ? നക്കി തിന്നോന്ന് പറയാൻ അവിടെ ഞാൻ ഇരുന്നോട്ടെ. നീ വന്നേ, നീ ഒന്ന് അകത്തോട്ട് വാടി. വന്നേ എനിക്കെന്തോ തങ്കപ്പട്ടിനെ ഓർത്ത് പാവം തോന്നുക. തോന്നണം, പാവ വട്ടായി പോയില്ലേ. എന്താ എന്താ തങ്കപ്പന്റെ വീട്ടിൽ ബഹളം? എന്താ തങ്കപ്പ ഇത്? ശങ്കരേട്ടാ,